എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ നല്ല പൂര മഴ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജാന് കള്ളത്തരത്തിലാണ്. നമുക്ക് വിറക് കീറാൻ പറ്റത്തില്ല, എന്താ മുറ്റത്ത് കോച്ച പറിക്കാൻ പറ്റത്തില്ല, മുറ്റം തൂക്കാനൊക്കത്തില്ല. രാവിലെ മുതലേ നല്ല മഴയായിട്ടോ. അതുകൊണ്ട് തന്നെ കള്ളം കളിച്ചിരിക്കുകയാണ് ജാന്. അപ്പോഴെന്താ നമ്മുടെ നേരത്തെയൊക്കെ ഒന്ന് പൊടിതട്ടിയൊക്കെ എടുത്തുകൊണ്ട് തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് കാണിക്കാൻ വന്നേക്കുവാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം. 2-3 പ്രാവശ്യമല്ല, എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം. ഒറ്റ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. അപ്പോഴേ നന്നായിട്ട് മുഖം വെളുക്കാനൊക്കെ അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിതൊക്കെയാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഞാൻ ക്രീമുകളൊന്നും വാരി തേക്കാറില്ല. നമ്മളിതേപോലെ എന്താ കുട്ടി കുട്ടി ഐറ്റങ്ങളൊക്കെ ചെയ്താണ് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഈ പോച്ചയൊക്കെ പറിക്കുന്നതുകൊണ്ടേ വെയിലൊക്കെ കൊള്ളുമല്ലേ, മുറ്റം തൂക്കുന്നത് കൊണ്ടും എന്താ മുറ്റത്തെ പോച്ചയൊക്കെ പറിക്കുമ്പോൾ ഞാൻ വെയിലൊക്കെ കൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ഒന്ന് സൗന്ദര്യമൊക്കെ നമുക്ക് കൂട്ടണ്ടേ അല്ലേ? കൈയും കാലും ഒക്കെ അതേ വല്ലാതായി. അതെല്ലാം നമുക്കിനി തിരിച്ചെടുക്കണം. ഇതേപോലെ ടിപ്പുകളൊക്കെ ചെയ്ത് എല്ലാം തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. സൂപ്പറാണ്. നമ്മുടെ വീട്ടിലുള്ള 3 ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. എന്നാൽ വലിയ സംഭവങ്ങളൊന്നും അല്ല, ഒരു 3 കൂട്ടം ഐറ്റങ്ങൾ. ഇത്തിരി വെളിച്ചെണ്ണ വേണം, ഏതായാലും കുഴപ്പമില്ല. ആട്ടിയതോ ആട്ടാത്തതോ ദേ പാരച്ചൂട്ട എന്തായാലും വേണ്ടിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇച്ചിരി തൈര്. എന്തായാലും തൈരില്ലാത്ത വീട് കാണത്തില്ലല്ലോ. പിള്ളേർക്കൊക്കെ സലാഡൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് തൈര് ഇത്രയും മതി നമ്മുടെ മുഖം വെളുപ്പിക്കാൻ. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അലോവേര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് കൊണ്ടുവന്നതാട്ടോ. ഇവിടെ ഒരു പുള്ളിക്കാരനാണ് എനിക്ക് കൊണ്ടുതരുന്നത് ഇത്. പുള്ളി കൊണ്ടുവന്നതാണ് രാവിലെ. കുറച്ച് ഇമ്മിനി പാല് വെച്ച് തോണ്ടാം, മറ്റേ നമുക്ക് തൈരും തോണ്ടാം കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ഒത്തിരി ഒന്നും ആക്കി വെക്കരുത് കേട്ടോ. എന്താ ഒരുപാടൊന്നും ഉണ്ടാക്കിയൊന്നും കളയരുത് കേട്ടോ. നിങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം, നമ്മുടെ മുഖത്തിന് ആവശ്യത്തിന് മാത്രം നമ്മൾ ഇതൊക്കെ എടുത്ത് കേട്ടോ. വെറുതെ പാഴാക്കി കളയണ്ടാലും. എല്ലാം വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതല്ലേ. അപ്പോഴതേ അലോവേര ഇട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്യണം. സൂപ്പർ ടിപ്പാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. വെളുക്കണം എന്ന ആഗ്രഹമുള്ളവരെല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പോഴേ വെളിച്ചെണ്ണ ഇട്ടു, നമ്മുടെ അലോവേര ഇട്ട്, പിന്നെ നല്ല കട്ടത്തൈര്, നല്ല കട്ടത്തൈര്. അപ്പോഴേ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാലിലേ ഇച്ചിരി അലോവേര ഇരിക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് ബാല് വെച്ച് തന്നെ ഇതേ മിക്സ് ചെയ്യാം. വല്ലവരും വിചാരിക്കും ഞാനിവിടെ മുട്ട ഓംലേറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. സൂപ്പറാണിത്. എല്ലാവരും വെളുക്കട്ടെ, എല്ലാവരും വെളുക്കണം കേട്ടോ. മുഖക്കുരുവൊക്കെ വന്ന പാടുകളും എല്ലാം മാറും. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ ചെയ്യും. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതല്ലേ. പണ്ട് നമ്മുടെ മെയിനായിട്ട് ഇതേ ബ്യൂട്ടി ടിപ്പൊക്കെ ആയിരുന്നു. ഇപ്പോഴല്ലേ മാറ്റി പിടിച്ചത് ഞാൻ. നമുക്ക് തേക്കാം മുഖത്ത്. മുഖം നന്നായിട്ട് ഞാൻ എപ്പോഴും എന്ത് നമ്മുടെ ഫേസിലിട്ടാലും ചൂടുവെള്ളം വെച്ചാട്ടോ മുഖം കഴുകുന്നത്. നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലാണ് കഴുകിക്കൊണ്ട് വന്നത് മുഖം കേട്ടോ. അല്ലെങ്കിൽ ഒരു ടവലെടുത്ത് നിങ്ങൾ ആ ചൂടുവെള്ളം ഒപ്പിയിട്ട് ആ ടവലെടുത്ത് ഇങ്ങനെ ആക്കിയാലും മതി കേട്ടോ. ഞാൻ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ്. അപ്പം ഓക്കെ, ഇനി നമുക്ക് പുരട്ടാം. ഒരു 15 മിനിറ്റ് നമുക്കിത് പുരട്ടിയിട്ട് നിൽക്കണം. അത് കഴിഞ്ഞ് 15-20 മിനിറ്റ് പുരട്ടിയിട്ട് നമുക്ക് നിൽക്കാം. എന്നിട്ട് നമുക്ക് കഴുകാൻ കേട്ടോ. തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. ഓക്കെ, കട്ട തൈര് തന്നെ എടുക്കണം. കട്ട തൈര് എടുക്കണമെന്ന് പറയുന്നത് മോരെടുക്കരുത്. മോരെടുക്കുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന വെള്ളം പോലെ ആവും കേട്ടോ. അപ്പോഴതാ പറയുന്നത് കട്ട തൈര് എടുക്കണമെന്ന്. എന്നിട്ട് നന്നായിട്ടിത് തേച്ച് പിടിപ്പിച്ചോളൂ. ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ.
ക്ലിയർ ആണോ എന്താന്ന്. വെട്ടമില്ലേ, വെട്ടമില്ല കേട്ടോ, വെട്ടമില്ല. ഉള്ള വെട്ടത്തൊക്കെ നമുക്ക് എടുക്കാം. മഴയാണ്, ഇരുട്ട്. നന്നായിട്ട് തേച്ചങ്ങോട്ട് കുളിപ്പിക്കും. ഞാൻ കുറച്ചല്ലേ എടുക്കുള്ളൂ കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് ഇരിക്കാം കേട്ടോ. കൈ അടിക്കുന്നു. കൈ കളിക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെയൊക്കെ പായ്ക്കിടുമ്പം വെയിലത്തിടുള്ളൂ. ഒന്ന് രാവിലെ ആയി, ഇല്ലെങ്കിൽ വൈകുന്നേരം വെയിലോടൊന്നും നമ്മളിങ്ങനെ പായ്ക്കുന്നിടരുത്. ഞാൻ രാവിലെ കേട്ടോ കുളിക്കുന്നതിന് മുന്നേ അതെന്തോ അറിയും, ചുമ്മാ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് തൈരും എന്തെങ്കിലുമൊക്കെ എടുത്ത് എന്നും ഞാൻ തേക്കാറുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ഞാൻ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, എന്തായാലും മുഖത്തിടും കേട്ടോ. കയ്യങ്ങ് കടയ്ക്കുക. എടുപ്പിച്ച് നന്നായിട്ട് നമ്മളൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. കഴിയിട്ട് വന്ന് കാണിക്കും കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയിട്ട് വന്ന് ഞാൻ കാണിക്കും. ഓക്കെ, ഇരിക്കട്ടെ. പാനീൻ്റെ ചുവട്ടിലൊന്നും ചെന്നിരിക്കരുത്. അല്ല, ഇപ്പോൾ താമസമല്ല, ഇപ്പം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിയൊന്നും കിട്ടത്തില്ല. എന്നാലും 15 മിനിറ്റ് നമുക്ക് ഇരിക്കാം കേട്ടോ. ഇവിടെ വരെ ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, ഇവിടെ വരെ ഇടണം. എന്ത് പായ്ക്കാനാണേലും, അല്ലെങ്കിൽ നമ്മുടെ മുഖം വേറെ ഇവിടെ വേറെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇടുന്നില്ല. നിങ്ങളിടുമ്പോൾ ഇവിടെ വരെ ഇട്ടുള്ളൂ കേട്ടോ. ഇവിടെ വരെ, അല്ലെങ്കിൽ മുഖത്തിൻ്റെ കളറ് വേറെ, കഴുത്ത് വേറെ. നമ്മളിടുമ്പോൾ ഞാനിപ്പം കുളിച്ച് കഴിഞ്ഞല്ലേ ഇട്ടത് കേട്ടോ. ഇത്ര ഓക്കെ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോഴിതാ നമ്മളൊരു 15-20 മിനിറ്റ് നിന്നു കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട് ഉണങ്ങി പിടിക്കുകയൊക്കെ ചെയ്യും. തണുപ്പാണെന്നും പറഞ്ഞ് ഉണങ്ങാനൊന്നും ഇരിക്കത്തില്ല, ഉണങ്ങും. പിന്നെ ഈ വെളിച്ചെണ്ണയും നമ്മുടെ തൈര് കുട്ടനെയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എന്താ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇത് ചെയ്യുമ്പോൾ. പിന്നെ ഈ ഗ്ലാസ് സ്കിൻ മാതിരി ഉണ്ടല്ലോ, അതുമാതിരിയാണ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. കിടുക്കാച്ചയാണ്. ദേ കവിളൊക്കെ ഇങ്ങനെ എന്താ നല്ല സുഖമാട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ. നല്ല സോഫ്റ്റാവും, കിടുക്കാച്ചിയാവും. അപ്പോഴും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ്, ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. കിടുക്കാച്ചി ടിപ്പാണ്, ചെയ്ത് നോക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി കിടുക്കാച്ചി ടിപ്പാണ് സൂപ്പ് ചെയ്ത് ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ വരെ ചെയ്തോളൂ. ഇന്നിപ്പോൾ ഇട്ടില്ലെന്നേ ഉള്ളൂ, ഇവിടെ വരെ ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് മുഖത്ത് എന്താ കറുത്ത പാടും ഒക്കെ മാറിക്കിട്ടും. തൈരൊക്കെ ഉപയോഗിച്ച് എന്നും നമ്മൾ യൂസ് ചെയ്താലും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഇത് 3 പേരും കൂടെ ആകുമ്പോൾ സൂപ്പറാണ്, കിടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്യൂട്ടി. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇതേപോലെയൊക്കെയുള്ള കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ മുഖമൊന്നും നമ്മുടെ സ്കിന്നൊന്നും പന്നലൊന്നും ആവത്തില്ല കേട്ടോ. പിന്നെ അത് നമ്മൾ
തുടർച്ചയായിട്ട് ചെയ്യണം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു മാറ്റം കിട്ടത്തുള്ളൂ. അല്ലാതെ ഇന്നിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാലൊന്നും എന്താ നമ്മുടെ സ്കിന്നിന് മാറ്റമൊന്നും വരത്തില്ല. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം അല്ലേ. ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം. ഇന്നിട്ട് ഞാൻ ഇതൊന്നിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാലേ ശരിയാവും, ഇല്ല, അടുപ്പിച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ. പൊട്ടെന്തേ പൊട്ടി ഇങ്ങനെ ഇട്ടാൽ കറക്റ്റ് ആവത്തില്ല എനിക്ക് കേട്ടോ. നേരെയാണോ? ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം. സൂപ്പറാണ് കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റും, വേഗത്തിൽ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടിപ്പല്ലേ പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഓക്കെ, ടാറ്റ.